ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിക്കാണ്, നല്ലൊരു ദിവസം, നല്ലൊരു സന്തോഷത്തിന്റെ സുദിനം, സ്വർഗത്തിന്റെ ഹൂറി പോലെ ഫാത്തിമ മണവാട്ടിയായ ദിവസം. എല്ലാവരും ഇങ്ങനെ കരയുന്നതെന്തിനാണ്? അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ് പെണ്ണേ. നിന്റെ പാട്ടല്ല, ശാസ്താംകോട്ടയിലെ പെണ്ണേ. പൂരപ്പറമ്പിലെ ഗാനവേളക്കാരൻ വന്ന് മൈക്കിങ്ങനെ സ്റ്റേജിലൂടെ കറക്കിയിട്ട് ഇനി ആരാണൊരു പാട്ട് പാടുന്നതെന്ന് ചോദിക്കുമ്പോ തലയിലെ തട്ടം ഇങ്ങനെ ഒതുക്കി വെച്ച് ഒരു മുടി പോലും പുറപ്പ് കാണാതെ ഗാനമേളക്കാരന്റെ കൂടെ സ്റ്റേജിലേക്ക് കയറിയിട്ട് പാട്ടുപാടി തുള്ളുന്ന നിന്റെ പാട്ടല്ല, നിന്റെ പാട്ടല്ല, നബിദിനത്തിന് പോലും കാണേണ്ടി വന്നുപോയി. അല്ലാഹുവേ, അല്ലാഹുവേ, കാക്കണേ റബ്ബേ, നിയന്ത്രണം കൊടുക്കണേ റബ്ബേ, ഖൗഫ് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈയാൻ പാറ്റകളെ പോലെ ഈമാനില്ലാതെ ചത്തു വീഴുന്നവരെ തൊട്ട് കാക്കണേ അല്ലാ. ആയിഷ റളിയല്ലാഹു അൻഹ പാടിയത് പെണ്ണേ നിന്റെ പാട്ടല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ മണവാട്ടിയായി ഒരുങ്ങി ഇറങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പാടി സിർനാ ബിഹാ, ആയിഷ റളിയല്ലാഹു അൻഹ പാടി സിർനാ ബിഹാ ഫല്ലാഹു അഅതാ ദിക്റഹാ വഖസ്സഹാ മിൻഹു ബിതഹിരി തഹിരി. ആരെയാ ഞങ്ങൾ ഈ കൊണ്ടുപോകുന്നത്? ആരെയാ ഞങ്ങൾ ഈ കൊണ്ടുപോകുന്നത്? അല്ലാഹു തന്നെ ശ്രേഷ്ഠത പറഞ്ഞവളെ തുഹൂറായ ഫാത്തിമ. ഇന്ന് നിക്കാഹിന്റെ സദസ്സുകളിലൊക്കെ എല്ലാ ഓഡിറ്റോറിയങ്ങളിലും പാട്ടല്ലേ. എങ്ങനത്തെ പാട്ട്? ഇങ്ങനെ മ്യൂസിക് സ്റ്റേജിൽ ബോക്സിൽ ഇട്ടിരിക്കുന്നതൊന്നുമല്ല. മണവാട്ടിയെ കൊണ്ടുവരുമ്പോ അത് എല്ലാ ജില്ലകളിലും, പണ്ടൊക്കെ വടക്കൻ മലബാറിൽ മാത്രമേ ഉണ്ടായിരുന്നു. നിക്കാഹിന് പോയാൽ ഉസ്താദുമാരും തങ്ങന്മാരും കുടുങ്ങാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്ക് മറ്റതൊക്കെ കഴിഞ്ഞു, ആ കാലമൊക്കെ കഴിഞ്ഞു. വളരെ അപൂർവമായ ചില ഉസ്താദുമാർ പോകാതിരിക്കലാണ് ചെയ്യുന്നത്. മണവാട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു പന്തൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ താഴെ, പന്തലിന്റെ താഴെ മണവാട്ടി അങ്ങനെ പാപ്പാരൊക്കെ ഉണ്ടാവും. വേറൊരു മോഡലിലാണ് പെൺകുട്ടികളെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അങ്ങനെ പാട്ടുപാടി വരിക. അടുത്ത സമയത്ത് ഞങ്ങളൊരു നിക്കാഹിന് പെട്ടുപോയതാണ്. പോകാതിരിക്കാൻ കഴിയാത്തൊരു നിക്കാഹ് ഉണ്ടാവില്ല. ഞാനങ്ങനെ നിങ്ങൾ എന്നെ വലിയ നിക്കാഹിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും മിക്കവാറും 2 ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. ഒരു നിക്കാഹ് ഉണ്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട്. പോകാതിരിക്കാൻ പറ്റൂല, കുടുങ്ങിയിരിക്കുകയാണ്, പോയേ പറ്റൂ. അപ്പോ അതുകൊണ്ട് വലിയ നിക്കാഹില് കാണാൻ സാധ്യത കുറവാണ്. അങ്ങനെ പോവല് കുറവാണ്. അവരോട് വെറുപ്പുള്ളതുകൊണ്ടല്ല, പോവല് കുറവാണ്. അപ്പൊ ഒരു നിക്കാഹ് ഇങ്ങനെ പോയി. അപ്പോൾ എന്നോട് നിങ്ങളെ പഴയ കാല പ്രഭാഷകനായ തെക്കൻ കേരളത്തിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ 3-4 ഉസ്താദന്മാരുണ്ട്. ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ഉസ്താദന്മാരൊക്കെ ഒന്നെല്ലാം റെഡിയാണ്. പുതിയാപ്പിള വരും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട്, സുബ്ഹാന റബ്ബി, അടിപൊളിയായിട്ട് ഒരുങ്ങിയ ഒരു 10-12 പെൺകുട്ടികൾ. പുതുമണവാളനും മണവാട്ടിയും കൂടെ വരികയാണ്. മണവാളൻ മാത്രം സ്റ്റേജിൽ നിൽക്കാനും വരും, മണവാട്ടിയും കൊണ്ട് പോകും. മണവാളം വരുമ്പോൾ ഉണ്ടല്ലോ പാട്ടിങ്ങനെ, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഇപ്പൊ പാട്ടുണ്ടാവും, ഈ സംഭവം എനിക്കറിയാം, ഉറപ്പാട്ടുണ്ടാവും സാർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാട്ടം കൊണ്ട് ഇട്ടു. ഞാനിങ്ങനെ പതുക്കെ ഉസ്താദിനെ ചൂണ്ടിയപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു ആങ്ങളുണ്ട്. എന്നോട് പേടിക്കണ്ട സാർ, പേടിക്കണ്ട, ഫുൾ അറബി സോങ്ങാണ് നിങ്ങൾക്ക് കൊണ്ട് സെറ്റാക്കിയതാണ്. റമദാന് ഈ എയർപോർട്ടിന്റെ മറ്റേ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് കള്ളു വാങ്ങുന്ന ഒരു സഹോദരൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെൽഫിയൊക്കെ എടുത്തതാ. അപ്പൊ അവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എടാ എന്നോട് തന്നെ കാണാറുണ്ട്, ഫോട്ടോ ഒക്കെ എടുത്ത് ഉമ്മച്ചി അൽ ജവാബ് കാണും, ബാബാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് ഇതായിരുന്നു പരിപാടി. ഇല്ലല്ലോ സാർ, നോമ്പിന് അടിക്കൂല, നോമ്പ് കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടിയാ. അതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതുപോലെയാണിത്. അതായത് പേടിക്കേണ്ട സാർ, അറബി പാട്ടാണ്. പക്ഷെ അതുണ്ടല്ലോ വല്ലാത്തൊരു കോല, നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പടന്നുപോയി. അത് പിന്നെ വലിയ ഇഷ്ടം എന്തായിരിക്കണം, അല്ലാഹ് ഭയങ്കര ഇഷ്ടമാണ്. വന്നാടി അടിപൊളി, ഭയങ്കര സന്തോഷം. അത് കാണാൻ ഓഡിറ്റോറിയത്തിന്റെ ലൈറ്റും ട്യൂബൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ തലയിട്ട് നോക്കും. പെരിച്ചാഴി നോക്കണ പോലെ ഓരോ ഹോളിൽ ഇങ്ങനെ തലയുണ്ടാവും. അത് ഭയങ്കര സന്തോഷമാണത്. ഇതാ പാട്ടല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ഫാത്തിമ റളിയല്ലാഹുവിന്റെ സന്തോഷത്തിന്റെ ദിവസല്ലേ. അള്ളാഹു തന്നെ മഹത്വം പറഞ്ഞ ഫാത്തിമ എന്ന തുഹൂറായ പെണ്ണാണ് ഞങ്ങളോടൊപ്പം വരുന്നത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പാട്ടുപാടുകയാണ്. അല്ലാഹുവേ, ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും. പെമ്മക്കളുള്ളവരെന്ന കൈപൊക്കി, ഇവിടെ തരണ്ട, കൈ പൊക്കി, എനിക്ക് വേണ്ട, പൊക്കി. മാഷാ അല്ലാഹ്.
അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ മക്കളുള്ളവർ പൊക്കാനൊന്നും പറയല്ല, അള്ളാഹു അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ചോദിച്ചതാ, പെൺമക്കളുള്ളവർക്ക് പെട്ടെന്ന് ഫീൽ ആവും ചില കാര്യങ്ങൾ. 10-20 വയസ്സുവരെ വളർത്തിയിട്ടേ ഒരു ചെക്കൻ്റെ കയ്യിലും കൊണ്ട് ഏൽപ്പിക്കുകയാണ്. റബ്ബേ, ഭയങ്കര സംഭവല്ലേ, ചെറിയ കാര്യമാണോ? അല്ലാ, അത് കഴിഞ്ഞ് പോവല്ലേ, പിന്നെ അവിടെയാണ് താമസം. ഉറക്കം വരുമോ? സമാധാനം കിട്ടുമോ? ആകെ ഒരു വല്ലാത്തൊരു ആദിയായിരിക്കൂലേ വാപ്പയെ സംബന്ധിച്ചിടത്തോളം. സഹിക്കാൻ പറ്റൂല. ഉമ്മ സഹിച്ചാലും ചില സ്നേഹമുള്ള വാപ്പാക്ക് സഹിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് ഫാത്തിമ റളിയല്ലാഹുവിന്റെ വീട്ടിൽ. ഇടയ്ക്കിടയ്ക്ക് പോകും. വല്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെ സ്നേഹിച്ചൊരു വാപ്പയും ദുനിയാവിന്റെ തൊലിക്ക് പുറത്തുണ്ടാവൂല പ്രിയപ്പെട്ടവർ. വല്ലാത്ത സ്നേഹമായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചെന്റെ സഹോദരിമാർ കേൾക്കണേ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വീട്ടിൽ ആരുമില്ല, മുഴുവനും ശാന്തമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ നിലത്തങ്ങനെ കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു, മോളെ എന്തു പറ്റിപ്പോയി മോളെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്നി ലവജഅത്തുൻ യാ ഹബീബല്ലാഹ്, ശരീരവേദനയാണ് നബിയെ, പനി പിടിച്ചുപോയി റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ആ വീട്ടിനകത്ത്, വീടല്ലേ, വെള്ളം ഉണ്ടാവോ, കാരക്ക ഉണ്ടാവോ, എന്തെങ്കിലും കഴിക്കാനുണ്ടാവോ? ക്ഷീണിച്ചിരിക്കുന്ന പൊന്നുമോളെ കണ്ട് തളർന്നുകൊണ്ട് മുത്തുനബി ആ വീടിന്റെ അകത്ത് മുഴുവനും പരിശോധിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം തന്റെ പൊന്നുമോക്കെടുത്തു കൊടുക്കാനില്ലാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫാത്തിമ വെള്ളമില്ലേ മോളെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, 3 ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് 3 ദിവസമായി. ആകെ പ്രയാസത്തിലാണ്. ഏതു വാപ്പയാണ് സഹിക്കുന്നത്? ആ കഷ്ടപ്പാടും ദാരിദ്ര്യവും തന്നെയാണ് മുത്തറസൂലിന്റെ വീട്ടിലും. മോളെ കരയണ്ട, വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട് പത്തിരിയും ഇറച്ചിയും എന്ന് പറയാൻ അവിടെ ഒന്നുമില്ല. എന്റെ മോള് കരയല്ലേ, വാപ്പച്ചി കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാൻ അവിടെ ഒന്നുമില്ല. എന്റെ മോള് കരയല്ലേ, വാപ്പ മോക്ക് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന വാഹനത്തിന്റെ ഡിക്കി തുറന്നിട്ട് വീട്ടിന്റെ അകത്തേക്ക് എടുത്തു വെച്ചു കൊടുക്കാൻ കൃഷി സാധനങ്ങളില്ല, പച്ചക്കറികളില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരിക്കുകയാണ് തന്റെ പരിശുദ്ധമായ കൈകൾ കൊണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് ആ മോളോട്, എന്നിട്ട് ആ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നക്ക് സയ്യിദത്തു നിസാഇൽ ആലമീൻ. നീ ആരെന്നറിയോ ഫാത്തിമ? ഈ ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ് ഫാത്തിമ. ഈ ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ്.